ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് ഞാനൊരു ടാമറിൻ കോൺസെൻട്രേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ മിനിമം ഒരു തവണയെങ്കിലും പുളി യൂസ് ചെയ്യാത്ത കറികൾ ഉണ്ടാകുകയില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ പുളി പിഴിഞ്ഞതിന് ശേഷം എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം ഈ കോൺസെൻട്രേറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഇങ്ങനെ യൂസ് ചെയ്യുമ്പം അതിന്റെ ടേസ്റ്റിൽ യാതൊരു ഡിഫറൻസും വരികയില്ല. നമ്മൾ സാധാരണ ഡയറക്റ്റ് പുളി പിഴിഞ്ഞ് എങ്ങനെയാണ് കറികളിൽ യൂസ് ചെയ്യുന്ന ആ സെയിം ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പുളിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യരുത്. മാക്സിമം ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇവിടെ ഞാനൊരു 100 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്പൂൺ വെച്ച് ചെക്ക് ചെയ്തപ്പം പുളി ശരിക്കും സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഇത് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് 15 മിനിറ്റ് മാറ്റി വെക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിനകത്ത് കുറച്ച് വെള്ളവും പുളിയും ഇട്ടതിന് ശേഷം ഒരു വിസിൽ അടിച്ചെടുത്താൽ മതി. അതിനുശേഷം തുറന്നിട്ട് ഇതുപോലെ തന്നെ പുളി പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടാവുകയില്ല. ഇപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ ശരിക്കും മിക്സ് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇവിടെ ഞാനൊരു സ്റ്റീലിന്റെ അരിപ്പ യൂസ് ചെയ്തിട്ടാണ് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. സ്പൂൺ വെച്ച് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തുള്ള എക്സ്ട്രാക്ട് ഫുൾ നമുക്ക് താഴെ പാത്രത്തിൽ കിട്ടും. ഞാനിവിടെ ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ചായയൊക്കെ അരിക്കുന്ന വളരെ ചെറിയ ഹോൾസ് ഉള്ള അരിപ്പ യൂസ് ചെയ്യരുത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്ട്രാക്ട് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുകയില്ല. അതുപോലെ തന്നെ കുറേ വെള്ളം ഒഴിച്ച് എക്സ്ട്രാക്ട് എടുക്കേണ്ടി വരും. ഇങ്ങനെ വെള്ളം കൂടിപ്പോയാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ഇടയ്ക്ക് താഴെ പറ്റിപ്പിടിച്ചിരിക്കുന്നതും ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ജ്യൂസൊക്കെ അരിക്കുന്ന സ്ട്രെയിനർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കൈ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ പൊടിയില്ലാത്ത പുളിയാണ്. അതുകൊണ്ട് ഇതിന്റെ ലാസ്റ്റിലുള്ള ഭാഗം ഞാൻ അരിച്ചു മാറ്റി കളയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് പൊടിയോ അഴുക്കോ ഉള്ളതാണെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയതിന് ശേഷം വേവിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒഴിക്കുന്നത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത് ശരിക്കും നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. താഴെയൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 to 8 മിനിറ്റ്സ് കഴിഞ്ഞു. ഇത് ശരിക്കും കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് ശരിക്കും കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ. ഇപ്പം ചൂടായതുകൊണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് നമുക്ക് തോന്നും. അത് തണുത്ത് കഴിയുമ്പം കട്ടിയാകും. ഇപ്പോൾ ഇത് ശരിക്കും തണുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് തണുത്ത് കഴിഞ്ഞപ്പം. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിയുമ്പം ഇതിലും കുറച്ചും കൂടി കട്ടിയാകും. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ഓഫ് ചെയ്യാൻ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ അത് വളരെ കട്ടിയായിട്ടിരിക്കും. ഞാനിവിടെ അധികം വെള്ളം ഒഴിക്കാതെയാണ് ടാമറിൻഡ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് കുക്കിംഗ് ടൈം വേണ്ടി വന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ വെള്ളം ടാമറിൻഡ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ കുക്കിംഗ് ടൈം അതിനനുസരിച്ച് കൂടും. ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ അധികം കുക്കിംഗ് ടൈം കിട്ടാത്തവരൊക്കെ ഇങ്ങനെ ടാമറിൻഡ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് 3 തൊട്ട് 4 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും കറി ഉണ്ടാക്കി കഴിഞ്ഞ് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കറിയിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ശരിക്കും വെന്തതിന് ശേഷമാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് ഇത് ലാസ്റ്റ് മിനിറ്റിൽ ചേർത്ത് കൊടുത്താലും മതി. കറിയുടെ ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസും കാണില്ല. സാധാരണ നമ്മൾ ഫ്രഷ് ആയിട്ട് പുളി പിഴിഞ്ഞൊഴിക്കുന്ന സെയിം ടേസ്റ്റ് ആയിരിക്കും. ഈ ഉണ്ടാക്കിയതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഒരു കുപ്പിയിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഒരു ഐസ് ട്രേയിലാക്കി ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് 6 തൊട്ട് 8 മാസം വരെ ഒരു കേടും കൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കറിയിൽ വളരെ കുറച്ച് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പുളി എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കറിയുടെ പുളി കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്താലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ശരിക്കും നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. അല്ലാതെ ചായയൊക്കെ അരിക്കുന്ന വളരെ ചെറിയ ഹോൾസ് ഉള്ള അരിപ്പ യൂസ് ചെയ്യരുത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും മണ്ണില്ലാത്ത പൊടിയാണ്. പൊടിയല്ല, പൊടി. താഴെയൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. താഴെയൊന്നും ഒട്ടി. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.